Good morning. Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Prayer പറഞ്ഞോട്ടാ. Good morning, everyone. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire and guide us. Bless our batchmates and all the people who care for us. Come to our hearts and make us attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Signing. Good morning, everyone. I am warmly welcome Abarna ma'am and all my dear friends to today's online class. Let us begin the session with a positive mind and eagerness to learn. Thank you. Thought of the day. You don't have to be perfect to make progress. Showing up and trying is already a win. Practical class ഉണ്ടല്ലോ. Yes, ma'am. Yes, ma'am. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു. അപ്ലിക്കേഷനുകൾ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കുറച്ച് വോയിസ് കുറവാണ് മാം. ആണോ? ഇപ്പോഴോ? ഓക്കെ ഇപ്പോൾ ആണോ? ഉണ്ട് മാം. മാം കമ്മ്യൂണിക്കേഷൻ മോക്ക് ടെസ്റ്റ് വന്നില്ലായിരുന്നു. കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഞാൻ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തൊന്ന് റീഡ് ചെയ്ത് നോക്കുമോ? സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. വേറെ ഏതെങ്കിലും ചാപ്റ്ററിനൊപ്പം ടെസ്റ്റ് കിട്ടാത്തതുണ്ടോ? ഇല്ല മാം, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പോ നമ്മള് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. സൂപ്പർവൈസിംഗ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചാപ്റ്റർ. സൂപ്പർവൈസിംഗ് നമ്മുടെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്.
പ്ലാൻ ആയിട്ടുള്ള പ്രോസസ് ആണ്. ശരിക്കും ഈ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവൈസർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും സൂപ്പർവൈസേഴ്സാണ്. കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഒരു അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർവൈസ് ചെയ്യും. Supervision is based on teachers' participation. Sound clarification, please. 1 minute. ഇനി നോക്കണോ കേട്ടോ, സൗണ്ട് പ്രശ്നമുണ്ട് ടെക്നിക്കൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ നെറ്റ് വന്നുള്ളൂ, ഇവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, സൂപ്പർവൈസിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. എഫക്റ്റീവ് സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എഫക്റ്റീവ് സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മൾ 3 ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻസ് പറഞ്ഞില്ലേ? എങ്ങനെയൊക്കെ 3 ടെക്നിക്സ്? ഒബ്സർവേഷണൽ വിസിറ്റ്, ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഗ്രൂപ്പ് കോൺഫറൻസ്. ഈ 3 ടെക്നിക്സ് ആണ് കോമൺലി സൂപ്പർവിഷനിൽ നമ്മൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്ന 3 ടെക്നിക്സ്. പിന്നെ നമ്മൾ നോക്കിയത് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ആയിരുന്നു. നമ്മൾ പിന്നീട് നോക്കിയ ഓപ്ഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. Supervision is linked development of instruction in any school. Supervision പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. മെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സിന് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സെൽഫ് ഡയറക്റ്റീവ് ആക്കുക എന്നതാണ് സൂപ്പർവിഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം എപ്പോഴും റെസിപ്രോക്കൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നതുപോലെ തന്നെ സൂപ്പർവിഷനും നമുക്ക് വേണം. കുട്ടികളെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കല്, നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് മാത്രമല്ല, അവരെല്ലാം അത് ചെയ്യുന്നുണ്ടോ എന്നൊരു ഓവറോൾ സൂപ്പർവിഷനും കൂടി വേണം. ഗുഡ് സൂപ്പർവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരു ടീച്ചറിന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും our pupils കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കാനായിട്ട് സൂപ്പർവിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൂപ്പർവിഷൻ ഗീവ്സ് ടീച്ചേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് കോൺഫിഡൻസ് ഇൻ ദർ കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ്. നമുക്ക് ടീച്ചേഴ്സിന് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഹെഡ് ഓവറോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഫിഡൻസ്, പ്രോബ്ലംസ് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് സൂപ്പർവൈസറി ഫങ്ഷൻസ്. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ ലാസ്റ്റ് ക്ലാസ്സിൽ? ഇല്ല. പ്രിൻസിപ്പൽസ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? അതെ മാം. ഇനി നമ്മൾ നോക്കുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ്. അത് ഹാരിസ് 1985 ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് സൂപ്പർവൈസറി പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മൾ പറയും. അത് 3 നമ്മൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. മോണിറ്ററിംഗ് വെച്ച് എന്താണ്? നിരീക്ഷണമാണ് അല്ലെ? നമ്മള് ഒരു മിനിറ്റ് ക്യാമറ ഓൺ ആവുക. ഒരു മിനിറ്റ്. ഓക്കെ, മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷണവും മറ്റു ഉത്തരവാദിത്വമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ ചെക്കിംഗ് ടീച്ചേഴ്സ് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ടീച്ചേഴ്സിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഇൻസ്പെക്ട് ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ക്ലാസ് റൂമിൽ കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ? ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻസ്. കുട്ടികളെ നമ്മള് എക്സാംസ് അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ കണ്ടെത്തി ഇവാലുവേറ്റ് ചെയ്യും. ഫൈൻഡിങ് ഗ്യാപ്പ് ഫോർ പ്രോബ്ലംസ്. നമ്മള് എന്തോരം ഡിഫറൻസ് ഉണ്ട്
ഗ്യാപ്സ് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഗിവിംഗ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇനി ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? ഫീഡ്ബാക്ക് കാര്യങ്ങൾ. ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇതൊരു പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇതൊരു സബ്ജക്റ്റ് ആയിരിക്കും കുട്ടികൾ കേൾക്കും. സോ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ്സ് വരുന്ന ഏരിയാസും കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു വിടും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർട്ടാലിറ്റി ആൻഡ് ഇമ്പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ വരുന്നത് ചെക്കിംഗ് ടീച്ചേഴ്സ് വർക്ക്, ടീച്ചേഴ്സ് ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പരിശോധിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് എന്താണോ ചെയ്ത വർക്ക് അത് നമ്മൾ പരിശോധിക്കും. പിന്നെ ഇൻസ്പെക്ടിങ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ടീച്ചേഴ്സ് എന്തെല്ലാം ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്പെക്ട് ചെയ്യും, പരിശോധിക്കും. ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ടെസ്റ്റും ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റുകളും ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ കണ്ടക്ട് ചെയ്യും. Then finding gap or problems. നമ്മൾ ടെസ്റ്റും ഇവാലുവേഷനൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. Giving feedback for improvement. ടീച്ചേഴ്സിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഏരിയസ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും. ഈ ഏരിയയിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാണെങ്കിൽ നല്ലതായിരിക്കും എന്ന രീതിയിൽ നമ്മൾ ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൊടുക്കും. ഈ അടുത്താണ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോറൽ ബിൽഡിംഗ്. ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മോറൽ ബിൽഡിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. വെച്ചാല് കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ആ ഒരു ക്ലാസ് റൂമിൽ ഉള്ള എല്ലാ കുട്ടികളായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. എൻകറേജിങ് കോപ്പറേഷൻ. നല്ല ഒരു കോപ്പറേഷൻ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന കരിക്കുലർ ആക്ടിവിറ്റി ആവട്ടെ നോൺ കരിക്കുലർ ആക്ടിവിറ്റി ആവട്ടെ നല്ലൊരു എന്താ പറയാ ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യണം. ബിൽഡിംഗ് ടീച്ചേഴ്സ് മോറൽ. നമ്മളുടെ മോറൽ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മള് എടുത്ത് കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാം. ടീച്ചേഴ്സിന്റെ എന്താ പറയാ ടീച്ചേഴ്സിന്റേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. സപ്പോർട്ട് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പൊ നമ്മൾ നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചർ എന്നോട് പറയാണ് ഇന്ന സബ്ജക്ട് എടുക്കുമ്പോൾ ഒത്തിരി വീക്കാണ്, ഞാൻ എന്തെങ്കിലും കുറച്ചുകൂടി നന്നാക്കി ആ സബ്ജക്ട് എടുക്കാനായിട്ട് ശ്രമിക്കും. സോ അതിന്റെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. കാരണം ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ഇത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ കെ ജി എൽ കെ ജി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. അവര് വെച്ചാൽ അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ കോഴ്സുകൾ ചെയ്യുന്നത്. ലാസ്റ്റ് ബാച്ച് കോൺവെക്കേഷൻ കണ്ടക്ട് ചെയ്തത് MP9 ആയിരുന്നു. അതില് കുട്ടി 18 വർഷമായിട്ട് കെ ജി സെക്ഷനിലെ ടീച്ചറാണ്. പഴയ TTC ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കുട്ടി ചെയ്തു നമ്മളുടെ മോണ്ടിസോറി ബാച്ചില് ജോയിൻ ചെയ്തു. ആള് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി. ആള് എന്താ പറയാ പാസ് ഔട്ട് ആയി. ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൂമെന്റ് എന്ന് പറയുന്നത്. കാരണം ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടേതായ പ്രൊഫഷണൽ ഗ്രോത്ത് സെർച്ച് ചെയ്യാം. നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അടുത്തടുത്ത കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം. മോണ്ടിസോറി മാത്രം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ്. നമ്മളുടെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്തായാലും നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കണം. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫുൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളൂ, കുട്ടികളോട് ആരോടും മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ കാരണം നമ്മളോട് പറയും ഇന്ത്യൻ ഏരിയാസിലായിരിക്കും കുറച്ച് വീക്ക് ആയിട്ടുള്ളത്. ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ് കിട്ടില്ല. ഇന്ത്യൻ ഏരിയ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പക്ഷെ ഇംഗ്ലീഷ് കുറച്ച് വീക്കാണ് കുട്ടികൾ. സോ ഇംഗ്ലീഷ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എന്റെ സ്കില്ല് എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണം. എന്നാലാണ് എനിക്ക് ആ സ്കില്ല് കുട്ടികളിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ചേഞ്ചിങ് ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്രോസസ്സിൽ ചേഞ്ചസ് വരുത്താം. പ്ലാനിങ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഏകദേശം നല്ല ധാരണയുണ്ടാവും.
അപ്പോൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്യുക. ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഡിസൈനിങ് ബെറ്റർ ടീച്ചിങ് മെത്തേഡ്, എങ്ങനെയാണ് കുട്ടികളോട് ടീച്ചിങ് മെത്തേഡ്, നല്ലൊരു ടീച്ചിങ് മെത്തേഡ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നത് നമ്മൾ നോട്ട് ചെയ്യണം. സെറ്റിംഗ് ഗോൾസ്, നമുക്ക് എല്ലാ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ എല്ലാ ഒരു ഫംഗ്ഷനും എന്തുണ്ട് ലക്ഷ്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അതോട് അച്ചീവ് ചെയ്യലാണ് പിന്നെ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, നല്ലൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. Then improving instructional practice, നമ്മുടെ ഇൻസ്ട്രക്ഷൻ പ്രാക്ടീസ് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് സൂപ്പർവൈസറി ഫംഗ്ഷനിൽ ഇതിലെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഹാരിസ് 1985 സൂപ്പർവൈസറി പ്രാക്ടീസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നാണ്. മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് ആദ്യം പറയുന്നത്. Monitoring and accountability. It involves monitoring, inspecting, and accountability. Here stage നമ്മൾ മോണിറ്റർ ചെയ്യും. നമ്മൾ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, മോണിറ്റർ ചെയ്യുന്നു. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കാര്യങ്ങളും നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണോ ആ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. It emphasizes, ഇതിലെല്ലാം കാര്യങ്ങൾ വരുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ടെസ്റ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിലാകുമ്പോൾ കുട്ടികളിൽ എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുക, എക്സാംസ് ആയിട്ട്. അപ്പൊ എക്സാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. ഡിസിപ്ലിനറി അനാലിസിസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുക. എന്താണ് ആ പ്രോബ്ലത്തിന് കാരണം, ഏത് ഏരിയയിലാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഡിസിപ്ലിനറി അനാലിസിസ് ആൻഡ് ഫീഡ്ബാക്ക് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ടീച്ചേഴ്സ് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഫീഡ്ബാക്കും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് സൂപ്പർവൈസറി ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോറൽ ബിൽഡിംഗ്. It emphasizes human relation and moral building. ഇതിൽ പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പും മോറൽ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളായിട്ട് നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്യണം. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആൻഡ് മോറൽ ബിൽഡിംഗ്. ഇതിൽ പറയുന്നത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. സെൻസിറ്റിവിറ്റി ടു നീഡ്സ്, കുട്ടികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, ടീച്ചേഴ്സ് മനസ്സിലാക്കണം. നമ്മളാണ് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുന്നത്, അവരുടെ നീഡ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഡെവലപ്മെന്റ്, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യണം. റിമൂവിംഗ് കൺസ്ട്രെയിൻസ്, തടസ്സങ്ങൾ ഉണ്ടാവും കുട്ടിയുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചേനെ വരുന്ന തടസ്സങ്ങൾ റിമൂവ് ചെയ്യണം. മാക്സിമൈസിംഗ് ഫ്രീഡം ഓഫ് ആക്ഷൻ, നമുക്ക് കുട്ടികൾക്ക് ഓരോ കാര്യം ചെയ്യാനുള്ള ഫ്രീഡം കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോ ഓരോ കുട്ടിയുടെ നീഡ്സ് അനുസരിച്ച് വേണം അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ അതേപോലെ അവരുടെ മുമ്പിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് റിമൂവ് ചെയ്ത് അവർക്ക് മാക്സിമൈസ് ചെയ്യുക, അവരുടെ ഫ്രീഡം മാക്സിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. ചേഞ്ച് ദ പ്രോസസ് മാനേജ്മെന്റ്, എന്ത് ചെയ്യാം, ഇതിനടുത്താണ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. നമുക്കറിയാം ഇംപ്രൂവ്മെന്റ് വേണ്ട സ്റ്റേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ സ്റ്റേജസിലാണ് വേണ്ടത് എന്ന് കണ്ടെത്തുക. It assists the planning, designing, building, stimulating, goal setting, and promoting environment for better instructional practice. നമുക്കറിയാം ഒരു സ്ഥാപനം കറക്റ്റായിട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു മീറ്റിങ്ങിന് വേണ്ടത് എന്നുള്ളത്. സോ അത് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും കുട്ടികളുടെ ഉത്തരവാദിത്തം നമുക്കാണ്. കാരണം നമ്മളാണ് കുട്ടികളോട് കൂടുതൽ അടുത്ത ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ ഇംപ്രൂവ്മെന്റ്സ് ആ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലേൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ആ ബിൽഡിംഗ് ഡിസൈൻ പ്ലാൻസ്, ഡിസൈനിങ് ബെറ്റർ ടീച്ചിങ് മെത്തേഡ്, ബെറ്റർ ആയിട്ട് എങ്ങനെ കുട്ടികളെ ടീച്ച് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യാം.
സെറ്റിംഗ് ഗോൾസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് സപ്പോർട്ടീവ് എൻവിയോൺമെന്റ്, കുട്ടികൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടീവ് എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇംപ്രൂവിംഗ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് കാര്യങ്ങൾ, ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യും. ഇത്രയുമാണ് സൂപ്പർവൈസറി ഫംഗ്ഷനിൽ നോക്കുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? ഞാനേ പറഞ്ഞിട്ട് വരാം. ടെക്നിക്കൽ ടീമിൽ ഒന്ന് പറഞ്ഞിട്ട് വരാം. നിങ്ങളൊന്ന് റീഡ് ചെയ്യട്ടാ. സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി മാം. ഓക്കെ അല്ലേ? അതെ മാം. Yes, ma'am. ഓക്കെ ഓക്കെ. ഡീറ്റെയിൽസ് ഷെയർ ചെയ്യട്ടെ. എല്ലാവരും നോക്കി സൂപ്പർവൈസറി ഫംഗ്ഷൻസ്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏതെല്ലാമാണ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്.
ഇനി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പോർഷൻ ആണ് എടുക്കാനുള്ളത്. അതിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ മാറ്റി തരാം, നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഈ പ്രിൻസിപ്പിൾസ് എന്നാണോ ഇവിടെ, പ്രിൻസിപ്പിൾസ് എന്നാണില്ലേ, അത് റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഈ 4 പോയിന്റ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരുന്നതാണ്, ഇവിടെ വരുന്നതാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. നിങ്ങളുടെ ടെസ്റ്റ് ശരിയാണോ, കറക്റ്റ് ആണോ? ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? അതെ മാം. അപ്പൊ എഡിറ്റ് ചെയ്തോട്ടെ. പ്രിൻസിപ്പിൾസ് എന്നുള്ളത് താഴെ വരണം. Then ഈ ഒരു പാരഗ്രാഫ് ഇല്ലേ, അത് റിപ്പീറ്റ് ആണ്. കട്ട് ചെയ്ത് കളയോ? കട്ട് ചെയ്തതാണ്. ഓക്കെ, ആ ഒരു റിപ്പീറ്റ് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്താണെന്ന് നോക്കാമല്ലോ. സോ ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ടോപ്പ് മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് അവിടെയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റിനോട് എപ്പോഴും ഒരു റിപ്പോർട്ട്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വരും. Informal relations, sensitivity to need, promoting personal development, removing restraint, and maximum freedom of action. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻഫോർമൽ റിലേഷൻഷിപ്സുകൾ കൂടുതൽ ബിൽഡ് ചെയ്യണം. നമ്മുടെ നീഡ്സും കാര്യങ്ങളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് വരുന്ന തടസ്സങ്ങൾ അത് നമ്മൾ ഒരു പരിധി വരെ റിമൂവ് ചെയ്യണം. നമ്മുടെ ഫ്രീഡം മാക്സിമം, നമ്മുടെ ഫ്രീഡം കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യണം. Then it is key to the executive responsible informed as to what is going on. നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോടായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് റിപ്പോർട്ടിംഗ് ഫംഗ്ഷനിൽ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടാണ് അത് ആദ്യം ഇൻഫോം ചെയ്യുന്നത്. അപ്പോ ഈ റിപ്പോർട്ടിംഗിൽ പറയുന്നത് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ is informed as to what is going on. നമ്മളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നമാണ്, നമുക്ക് എന്തെല്ലാം നീഡ്സ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കീപ്പിംഗ് ഹിംസെൽഫ് ആൻഡ് ഹിസ് സബോർഡിനേറ്റ് ഇൻഫോംഡ് ത്രൂ റെക്കോർഡ്സ്, റിസർച്ച്, അനാലിസിസ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സുപ്പീരിയറിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്? റെക്കോർഡായിട്ട് നമ്മള് റെക്കോർഡ് രൂപത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഇന്നൊരു റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതില് ഇത് പറയുന്ന ആ ഒരു സ്റ്റേജിൽ റിപ്പോർട്ടിംഗ് കമ്പൽസറി വേണ്ട ഒരു സ്റ്റേജ് ആണ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളായിരിക്കും നമ്മൾ ആ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മളൊരു കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്തു, then അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി, നമ്മൾ വീണ്ടും നെക്സ്റ്റ് പ്രോബ്ലം വരുമ്പോൾ അത് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. Reporting should be an objective and impartial.
എപ്പോഴും റിപ്പോർട്ടിങ്ങിന് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. പാർഷ്യൽ ആണ്. നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇമോഷൻസിനോ സെന്റിമെന്റ്സിനോ ഒരു റോളും ഇല്ല. ചിലപ്പോൾ നമ്മുടെ കോവർക്കറിനെ കുറിച്ചിട്ടായിരിക്കും, നമ്മളുടെ കൊളീഗ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻസ് മാനേജ്മെന്റിനോട് പറയാനെങ്കിൽ സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഇമോഷൻസോ സെന്റിമെന്റ്സോ പരിഗണിക്കണമെന്നില്ല. കാരണം അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് വേണ്ടി മറച്ചൊന്നും വെക്കുന്നത്. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? ടോപ്പ് മാനേജ്മെന്റിനോട് അത് ഇൻഫോം ചെയ്യുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് ഷുഡ് നോട്ട് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റിപ്പോർട്ടിന്റെ ബേസിൽ ഇമോഷൻസിനോ സെന്റിമെന്റ്സിനോ ഒരു റോളും ഇല്ല. റിപ്പോർട്ടിംഗ് ഈസ് നോട്ട് ഓൺലി ആൻ എക്സ്പ്ലനേറ്ററി മാത്രം ആവണമെന്നില്ല, ഇൻസ്ട്രക്ഷണൽ ആവാം, ബട്ട് ഓൾസോ കറക്ഷണൽ ആൻഡ് മോട്ടിവേഷൻ. നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ എക്സ്പ്ലനേഷൻസ്, എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റിനോട് പറയുകയാണെങ്കിൽ അങ്ങനെ മാത്രം ആവണമെന്നില്ല, ബട്ട് എങ്ങനെയും ആവാം. അതെങ്ങനെ കറക്റ്റ് ചെയ്യണം, അതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള സജഷൻസും നമുക്ക് പറയാനായിട്ട് പറ്റും. റിപ്പോർട്ടിംഗ് ഈസ് ഡൺ ബൈ ദ superior to the subordinate and vice versa. സുപ്പീരിയറിനോട് സബോർഡിനേറ്റ് റിപ്പോർട്ട് ചെയ്യും. ഇനി സബോർഡിനേറ്റിനോട് സുപ്പീരിയർ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഏത് സ്ഥാപനത്തിനെ സംബന്ധിച്ചും റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ടീച്ചേഴ്സിനായിരിക്കും. നമ്മളെ സംബന്ധിച്ചിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോടായിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. റിപ്പോർട്ടിംഗ് എല്ലാവരും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് റീഡിങ് നോക്കി. നോക്കി എല്ലാവരും. ഇനി പാർട്ട് 4 ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുണ്ടോ? പാർട്ട് 4 6ഉം 7ഉം ഉണ്ട് മാം. programs for developing value of failure. അത് അശ്വിൻസ് എന്താണല്ലേ പറഞ്ഞിട്ടുണ്ടോ? അശ്വിൻസിന് ഉള്ള ഫാക്ടേഴ്സ് ആണ് ക്ലാസ്സിനുള്ള പോർഷൻ ഉണ്ടാവും. തേർഡ് പാർട്ടില് ഷാൻസ് പറഞ്ഞിട്ട് 2 യൂണിറ്റ് എടുക്കാൻ അത് ഏതൊക്കെയാണ്? 9ഉം 10ഉം. ടെൻഡൻസീസ് മാൻ ഷാൻസ് എടുക്കാന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. വേറെ എന്തെങ്കിലും ചാപ്റ്റർ മിസ് ആയിട്ടുണ്ടോ? സെക്കൻഡ് യൂണിറ്റ് നമ്മൾ എടുത്തതല്ലേ, മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. അപർണാമിസ് തന്നെ എടുത്തത്. 9th യൂണിറ്റിൽ എന്റെ കയ്യിലാണ് കിടക്കുന്നത്. ചാപ്റ്റർ 9th ആണ് ടെൻഡൻസീസ് മാൻ. അതപ്പോ ഞാൻ ചോദിക്കട്ടെ, ജിഷാമിസിനോട് പറഞ്ഞിട്ട് 2 ചാപ്റ്റർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചോദിച്ചിട്ട് എഴുതാട്ടോ ആ ഒരു ചാപ്റ്റർ.
ഈ ഡൗട്ട് ഉണ്ട് ചാപ്റ്റർ എടുക്കണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനാണ് എടുക്കാറ്, ഞാൻ എടുക്കണോ ചോദിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരില്ലേ ഞാൻ. അപ്പൊ ഇനി നമ്മള് സെമിനാറാണ് തരുന്നത്. 2 ചാപ്റ്റർ അല്ല 3 ചാപ്റ്ററുടെ സെമിനാർ തരാന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീക്കുകളിലേക്ക് കേട്ടോ. ഈ പ്രാവശ്യം പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, അത് വരുന്നില്ല. ഓക്കെ, ലൈവ് പ്രാക്ടിക്കൽ ബേസിസിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈവ് ഓൺലൈൻ അല്ല, നേരിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടല്ലോ, അതിനാരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കാം. നമ്മൾ ഇനി എടുക്കാൻ റിവിഷൻ ആണ്. റിവിഷൻ ഉദ്ദേശിക്കുന്നത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഒക്കെ പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചാപ്റ്ററിൽ നല്ല രീതിയിൽ വെയിറ്റേജ് ക്യാരിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. സൊസൈറ്റി ഓഫ് കോഹീഷൻ ശരിക്കും പറഞ്ഞാൽ നോർമലൈസേഷന് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ മൂവ്മെന്റ്സ് സെയിം ആ ഒരു സെയിം ട്രാക്കിൽ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ ഞാൻ ഓരോരുത്തർക്കും ഓരോ പോർഷൻ ആയിട്ട് തരാം. ഒരു സെമിനാർ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് സെമിനാർ എടുക്കാം. ഓക്കെ, ആ തരുന്ന പോർഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ സെമിനാർ കണ്ടക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നു കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ, പേര് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ കേട്ടോ, നമ്മുടെ പേജ് നമ്പർ 112 ആണ് കേട്ടോ. പേജ് നമ്പർ 112 എല്ലാവരും എടുത്തേ. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന പോർഷൻ ആണ് എടുക്കാൻ റെഡി ആയിട്ടുള്ളത്. ഞാൻ എടുക്കാം മാം. ഒരു പേര് സ്നേഹ. സ്നേഹ സ്നേഹ. ഇതില് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് തരുമ്പോ 3 പോയിന്റ് വീതം തരാം. 3 പോയിന്റ് 4 പോയിന്റ് വീതം തരാം. ഞാൻ എടുക്കാം മാം. അസീന ആദ്യത്തെ പോയിന്റ്. ആദ്യത്തെ 3 പോയിന്റ് അല്ലേ മാം? ആദ്യത്തെ 3 പോയിന്റ് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷനിൽ 2 ലൈനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ 2 ലൈൻ അല്ല പറയേണ്ടത്. ഓൾറെഡി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഡോക്ടർ മരിയം മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പറയണം. അടുത്ത അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ലവ് ഓഫ് സൈലൻസ് ആൻഡ് സബ്മിഷൻ ഓഫ് പോസിറ്റീവ് ഇൻറ്റൻറ്റ്. 3 പോയിന്റ്. അടുത്ത 3 പോയിന്റ് കേട്ടോ. പവർ ടു ആക്ട് ഫ്രം റിയൽ
choice, not from curiosity, obedience, independence, and initiatives. നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പറയാം കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ എന്താണോ മനസ്സിലായത് നിങ്ങൾക്ക് ആ ഒരു പോയിന്റിനെ കുറിച്ച് നമുക്ക് എക്സാമ്പിൾസ് കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയണം. ഓക്കെ, അടുത്ത 3 പോയിന്റ് ആരാ എടുക്കുന്നേ? ഞാൻ എടുക്കാം മാം. Nesto, in class of normalized children, spontaneous self-discipline, joy. ഞാൻ എടുക്കാം. Okay. Next portion, deviation. ഞാൻ എടുക്കാം മാം. That's it. Classes of deviated children. ഞാൻ എടുക്കാം മാം. Types of deviation. Types of deviation. ആരും ആഗ്രഹമൊന്നും ഓക്കെ റീച്ചർ ആർക്കും ആരും നിൽക്കണ്ട കാരണം ലാസ്റ്റ് ആണ്. അപ്പോ ലാസ്റ്റത്തെ സെമിനാർ ആണത്. ഇതോടെ നമ്മളുടെ ക്ലാസ്സിന്റെ ഏകദേശം വൈൻഡിങ് അപ്പിലേക്ക് വരും. എല്ലാ സൈക്കിക് ഫ്യൂഗ് ആൻഡ് സൈക്കിക് ബാരിയർ ആരാ എടുക്കുന്നത്? ശ്രമിച്ചു നോക്കുക. എനിക്ക് എടുക്കാൻ കുറെ പേരുണ്ടാവും, അവരൊന്ന് ശ്രമിച്ചു നോക്കി. ഞാൻ വിളിക്കണോ? മല്ലിക, അശ്വതി ദേവ്, attachment and possessiveness. Attachment and possessiveness. സൗമ്യ പറഞ്ഞാണോ? ഹലോ, സൗമ്യയുടെ പേര് എഴുതട്ടെ. സൗമ്യ ടോമി ടോമി. യെസ് മാം. അറ്റാച്ച്മെന്റ് പോസിറ്റീവ്നെസ് കേട്ടോ. സൗമ്യ കേട്ടോ. നസീറ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓഫ് ഫിയർ കേട്ടോ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓഫ് ഫിയർ. ഇനി നല്ലൊരു ടോപ്പിക്കാണ്, ഈ ഒരു പോർഷനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ലൈഫ്. എന്നുവെച്ചാൽ നമ്മുടെ ടീച്ചർ ആവുമ്പോ ഈ കള്ളങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രത്യേക കഴിവ് അങ്ങോട്ട് വരും. ലൈഫ്സിനെ കുറിച്ച് ആരാ പറയുന്നേ? ജോഷ്മി പറഞ്ഞാട. ജോസ്മി, ഞാൻ പറയാം മിസ്. ലൈക്സ് ആണ് ടോപ്പിക്. ലൈക്സ്. ഓക്കെ മിസ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. പണ്ടത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. അത് മാത്രമല്ല നമ്മളുടേതായ എക്സാമ്പിൾസ് പറയാം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പോയപ്പോ കുഞ്ഞു മക്കൾ വളർത്തുന്ന അവരിൽ നിന്ന് നിങ്ങൾക്ക് എക്സാംസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ സെമിനാർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഓപ്റ്റൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. കഴിഞ്ഞിട്ട് സൊസൈറ്റി ഓഫ് കൊഹീഷൻ മൂവ്മെന്റ്സിന് സെമിനാർ തരാം. റിപ്പീറ്റ് വരും, ചിലപ്പോൾ എടുത്തവർ തന്നെ എടുക്കേണ്ടി വരും. അതൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ ഒരു ഹെൽപ്പ് ആയിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ കയറാത്ത കുട്ടികളുണ്ടാവും, എന്റെ ക്ലാസ്സിൽ മിസ്സായ കുട്ടികളുണ്ടാവും. അവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആയിരിക്കും നമ്മൾ ആ ഒരു റിവിഷൻ പോലെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വന്നു. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് മൂവ് ആവും. കുഴപ്പമില്ല, ടൈം ഉണ്ട്, അത്യാവശ്യം ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എല്ലാവരും പ്രിപ്പയർഡ് ആവാം, നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവാം. പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറയരുത്.
ഓക്കെ. കാരണം നിങ്ങൾ വൈകിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെമിനാറിന് മാർക്കുണ്ട്. PG ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇൻഫർമേഷൻ വന്നു PG ക്ലാസ്സിന്റെ. അടുത്ത ചിലപ്പോൾ ഇൻഫർമേഷൻ വരായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ സെമിനാർ പോർഷൻ ഉണ്ട്. എനിക്ക് സപ്പോസ് ആ സെമിനാർ പോർഷൻ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റിയാണ് വിചാരിക്കുക ടൈമിൽ വൈകിട്ട് ടൈമിൽ. സോ ഞാൻ റെഫർ ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ബാച്ച് കോളേജിലെ കഴിഞ്ഞു സെമിനാർ എന്താ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ മാർക്ക് എൻട്രി ചെയ്യുന്നത്. വൈവേ എന്ന് പറയുന്നത് മേ ബി നെക്സ്റ്റ് മന്ത് ആകാം, ഫെബ്രുവരിയിലാവാം. ഓക്കെ. മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർഡ് അല്ല എല്ലാവരുടെയും? റെക്കോർഡ് കംപ്ലീറ്റ് അല്ലേ? ഓക്കെ. വൈവേക്ക് മുമ്പായിട്ട് വൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ക്ലാസ് ആയിട്ട് തരാം. എങ്ങനെ വൈവേയിൽ ട്രാൻസ്ഫോം ചെയ്യണം, അതെങ്ങനെയാണ് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കണേന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് തരാം. ക്ലാസ്സിൽ പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ജിഷാൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വേഗം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. വിചാരിച്ചില്ല ഇത്രയും കുട്ടികൾ ഉണ്ടാവുന്നത്. ആദ്യം വന്നപ്പോ ആരെയും കാണാണ്ടായിരുന്നു. ഭയങ്കര വിഷമമായി. ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. നെറ്റ് കാര്യമില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ ആകെ 2 പേര് 3 പേരുള്ളൂ. ഇത്രയും പേരോട് ജോയിൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ജോയിൻ ചെയ്തു. താങ്ക് യു ഓൾ. നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ജിഷാൻസിന്റെ ക്ലാസ് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Miss.